ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീർവയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 16-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതേ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിൽ വച്ചിരിക്കുന്നു. പുതിയ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ഉദ്ധരിക്കുമ്പോൾ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദാവീദിൻ്റെ 11 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സങ്കീർത്തനം. പക്ഷേ ആത്മീയനായൊരു വിശ്വാസിക്ക് വളരെയേറെ ചൈതന്യം പകരുന്ന, സന്തോഷം പകരുന്ന, ഉത്തേജനം പകരുന്ന ഒരു സങ്കീർത്തന ഭാഗം കൂടിയാണ്. അവൻ പറയുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? എപ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ ഈ 24/7 24 മണിക്കൂറും 7 ദിവസവും ഒരു സെക്കൻഡ് പോലും ഒഴിവില്ല. അത് സാധ്യമോ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ അവൻ അനുഭവത്തിൽ നിന്നത് പറയുന്നു. അതേ വാക്യം ഇവിടെ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവെന്ന് പത്രോസ് പറയുന്നു. വാസ്തവത്തിൽ രണ്ടിനെയും അർത്ഥം ഒന്ന് തന്നെ. ഇത് 16-ാം സങ്കീർത്തനം എബ്രായ ഭാഷയിലും അപ്പോസ്തല പ്രവൃത്തിയിലെ ഉദ്ധരണി യവന ഭാഷയിലുമായി അതേ ഉള്ളൂ വ്യത്യാസം. ഗ്രീക്കിലും അർത്ഥം ഒന്ന് തന്നെ. പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ്. അപ്പോൾ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇത് ആർക്കാണ് പറയുവാൻ കഴിയുക? അതിൻ്റെ എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? അതിൽ നിന്ന് എനിക്ക് ദൈവം തന്ന ചില ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. 1-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. അപ്പോൾ ഇത് എപ്പോഴും എൻ്റെ മുൻപിൽ കർത്താവുണ്ട് എന്ന് പറയണമെങ്കിൽ കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിനെ അവൻ്റെ ശരണമാക്കണം. ഇബ്രാഹിം ലേഖനം വ്യക്തമായി പറയുന്നു, ശരണത്തിനായി ഓടി വന്ന നാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശാപത്തിൽ നിന്ന് അകപ്പെട്ട് അതുമൂലമുള്ള നിത്യശിക്ഷാവിധിക്ക് യോഗ്യരായി നരകയോഗ്യരായി നമ്മെ യേശുവിൽ ശരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ യേശുവിൽ ആശ്രയിക്കുമ്പോൾ, ആ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നാം അവനുള്ളവരായിത്തീരുന്നു. മാത്രമല്ല അതിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ പറയുന്നു, 16-ാം സങ്കീർത്തനം, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു. യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് റോമാലേഖനത്തിൽ പറയുന്നു. അപ്പോൾ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്ന ആർക്കും ധൈര്യമായി ഈ അനുഭവം പറയാവുന്നതാണ്. അവനെ ശരണപ്പെടുത്തുക. അവനൊഴികെ ഒരു നന്മയുമില്ല. എനിക്കെല്ലാം യേശു. തമിഴിലൊരു പഴയ പാട്ടുണ്ട്, ഇപ്പം ആരും പാടത്തില്ല. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ.
തൊല്ലയും ഈയോലെങ്കിൽ സുഖമേശുവേ. എനിക്കെല്ലാം യേശു. കഷ്ടങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിലും യേശുവാണ് എൻ്റെ സുഖം. കർത്താവിനെ മുൻപിൽ. അപ്പോൾ ഇങ്ങനെ അവനെ കർത്താവായി സ്വീകരിച്ച വ്യക്തിക്കാണ് പറയാൻ കഴിയാൻ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. എന്താണ് അതിനുള്ള അർത്ഥം? എനിക്ക് കിട്ടിയ പ്രകാശനം ഒരു 5 കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടും. കർത്താവ് നമുക്ക് ആരാണ്? കർത്താവിനെ എന്തായി കാണുന്നു? ചില കാശുണ്ടാക്കാൻ വഴിയുള്ള വ്യക്തിയായി ചിത്രീകരിക്കുന്നുണ്ട്. ലോകത്തിൽ പേരുണ്ടാക്കാൻ കർത്താവിനെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ആധുനിക കാലത്ത് അവൻ്റെ നാമം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമവിശ്വാസിക്ക് അവൻ എന്താണ്? ഒന്ന്, ആ വാക്യത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, 5 ചിന്തകൾ ആ ബന്ധത്തിൽ പറയുവാൻ എനിക്കുണ്ട്. അതിലൊന്ന്, ഒരാൾ എൻ്റെ മുൻപിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ആൾ മാറാതെ എനിക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥമോ, എൻ്റെ മാർഗദർശി, അല്ലെങ്കിൽ ഹീ ഈസ് മൈ മെൻറ്റർ. എൻ്റെ മാർഗദർശിയാണ് കർത്താവ്. ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ, വഴികളിൽ, എല്ലാ രംഗത്തും എൻ്റെ മാർഗദർശി. മനുഷ്യ ജീവിതത്തിലൊക്കെ പലർക്കും പല ആളുകൾ മെൻറ്ററായി അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ മെൻറ്റർ എന്ന് പറയുന്നതിന് മലയാളത്തിൽ മാർഗദർശി എന്നാണല്ലോ പറയുക. 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ കാണാം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നടക്കരുതാത്ത വഴിയുണ്ട്, നടക്കുന്ന വഴിയുണ്ട്, നടക്കേണ്ട വഴിയുണ്ട്. ഇന്ന് ഇതെല്ലാം ഏതാണെന്ന് അറിയാതെ എങ്ങനെയും നടക്കുക നാം കാണുന്നത്. ഈ ന്യായന്മാരുടെ പുസ്തകത്തിൽ അടിക്കടി കാണുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഒരു വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഇന്നും അതുപോലെ. ഇന്നും ബോധിച്ചത് ഉപദേശിക്കുന്ന, തോന്നിയത് പഠിപ്പിക്കുന്ന, തോന്നിയ പോലെ നടത്തുന്ന, തോന്നിയ പോലെ പോകാൻ എല്ലാം കാരണം ഒരു മാർഗദർശി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് കർത്താവായവൻ. അവിടെ പറയുമ്പോഴും ആ വാക്യത്തിന് മുൻപൊരു ഉണ്ട്. 1-ാം വാക്യത്തിൽ എങ്ങനെ ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് 2-ൽ താഴോട്ട് വായിച്ചാൽ, ഞാൻ മിണ്ടായിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും നിന്റെ കൈൻ്റെ മേൽ ഭാരമായിരുന്നു. കാരണം പാപത്തെ ഏറ്റു പറയാൻ ഞാൻ എൻ്റെ അകത്ത് നിന്നോട് അറിയിച്ചു, എൻ്റെ പാപം മറച്ചതുമില്ല, എൻ്റെ പാപം യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എന്നിട്ടാണ് പറഞ്ഞത്, പാപമോചനം പ്രാപിച്ച കർത്താവായവനോട് പാപമേറ്റ് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കൈപൊക്കിയ വ്യക്തിയല്ല, കർത്താവായവനോട് പാപമേറ്റ് പറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച വ്യക്തിയെ പിന്നെ തോന്നിയ പോലെ അവൻ നടക്കാൻ ഒക്കുകയില്ല. അവൻ നടക്കേണ്ട വഴിയുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിന്നെ കാണിച്ചു തരും. 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കാണുന്നത്, എൻ്റെ നടപ്പ് നിന്റെ ചൂടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാലടി വഴി ചെയ്തുമില്ല. അപ്പോൾ നടക്കേണ്ടുന്ന വഴിയിൽ നടന്നാൽ കാലടി ഒരിക്കലും വഴുതത്തില്ല. നടക്കേണ്ട വഴി നടത്തുന്നത് കർത്താവാണ്. അപ്പോൾ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കാലടികളെ നേരെയാക്കുന്നത്
എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നത്, എൻ്റെ പാതകളെ ശരിയാക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പാതകളിലെല്ലാം എന്നെ ഉപദേശിച്ച് വഴി നടത്തുന്ന കർത്താവാണ്. അവനെപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. മറ്റു വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ വചനം വിട്ട് ഞാൻ എപ്പോഴും അവൻ്റെ ശബ്ദം കേട്ട് അത് നടക്കൽ. അവൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ല. മോശ മരിച്ചതിന് ശേഷം യോശുവായുടെ നേതാവായപ്പോൾ 1-ാം അധ്യായത്തിൽ മോശ മരിച്ച ശേഷം ദൈവം യോശുവയോട് പറഞ്ഞത്, എൻ്റെ ദാസനായ മോശ, നിന്നോട് കൽപ്പിച്ച ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ചെല്ലുന്നിടത്തൊക്കെയും നിനക്ക് ശുഭമായിരിക്കേണ്ടതിന്. ഞാൻ പറയട്ടെ, ലോകത്തിലെ മെൻറ്റർമാർ അവരുടെ ഫീൽഡുകളിൽ ഓരോരുത്തരെ ഉപദേശിക്കുമ്പോൾ സാക്ഷാൽ മെൻറ്ററായി കർത്താവിനെ കാണുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മാർഗദർശിയായി കർത്താവിനെ കാണുന്നെങ്കിൽ, കർത്താവാണ് നിന്റെ മാർഗദർശിയെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ഇടറേണ്ടി വരത്തില്ല. പാതകളെ നേരെയാക്കി എത്തിക്കേണ്ടത് എത്തിക്കുവാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം അവൻ്റെ മാർഗദർശനം, അവൻ്റെ വഴിവിട്ട് ഞാൻ എങ്ങോട്ടും തിരിഞ്ഞിട്ടില്ല. സ്തോത്രം. 2, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരുന്നു പറയുമ്പോൾ എപ്പോഴും മുന്നിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഞാൻ അതാ കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴും എൻ്റെ മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ അത് കാണിക്കുന്നേ കർത്താവായ യേശു. ഹി ഈസ് മൈ റോൾ മോഡൽ. എൻ്റെ അനുകരണയോഗ്യനായ മാതൃകാ പുരുഷൻ അവനാണ്. ലോകത്തില് ഓരോ ഫീൽഡിലുള്ളവരെയൊക്കെ ഓരോരുത്തർ അനുകരിക്കാറുണ്ടല്ലോ. ഇന്ന് ഹെയർ സ്റ്റൈൽ അനുകരിക്കുന്നു, വസ്ത്രധാരണം, സിനിമ താരങ്ങളുടെ വസ്ത്രധാരണം അനുകരിക്കുന്നു, ഫുട്ബോളറെ അവൻ്റെ ഫുട്ബോൾ രീതിയിൽ അനുകരിക്കും, മെസ്സി അനുകരിക്കുന്നു, പെലെ അനുകരിക്കുന്നു, സച്ചിനെ അനുകരിക്കുന്നു, എന്തെല്ലാം അനുകരണങ്ങൾ. ഓരോ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കൗമാരക്കാരുടെയൊക്കെ മുറികളിൽ ചെന്നാൽ ചില ഫോട്ടോകൾ കാണും. അവരുടെ ആരാധനാപാത്രം, അവരെ അനുകരിച്ച ഫാന്. ഞാൻ ഇന്നാരുടെ ഫാനാ, ഫാൻസ് അസോസിയേഷൻ, സിനിമാക്കാരൻ്റെ ഫാന്. ഇതുപോലെ ആത്മീയ രംഗത്തിലും ഇന്ന് 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 അത് രോഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ ജീവിതത്തിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ സ്വാധീനം എന്നെ അവനെ പോലെയാക്കും. അനുകരിക്കാൻ കൊള്ളാവുന്ന ഏത് രംഗത്തും അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി, അനുസരണത്തിലായാലും ജീവിതത്തിലായാലും പ്രവൃത്തിയിലായാലും പെരുമാറ്റത്തിലായാലും നടപ്പിലായാലും നിൽപ്പിലായാലും ലക്ഷ്യബോധത്തിലായാലും എല്ലാ കാര്യത്തിലും യഥാർത്ഥമായി അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ വ്യക്തിയെ ചരിത്രത്തിലുള്ളൂ. അത് കർത്താവായ യേശു മാത്രം. അപ്പോൾ കർത്താവ് എപ്പോഴും ഞാൻ മുമ്പിലാണെങ്കിൽ ഞാൻ അവനെ കണ്ടുകൊണ്ടിരിക്കുക. അവനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി അവനെ അനുകരിക്കും. ഇന്ന് പറ്റിയിരിക്കുന്ന അടിസ്ഥാനപരമായ കുഴപ്പം, പല ആളുകളും പലപ്പോഴുമേ കർത്താവിനെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് മറ്റു പലരെയും കാണുമ്പോൾ അവരെ എല്ലാം പ്രകൃതം ഇവരെ സ്വാധീനിച്ച് വല്ലാതായി പോവുക. അനുകരിക്കാൻ കൊള്ളാവുന്ന, പകർത്താൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ യേശു. യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ നിർമ്മലത, യേശുവിൻ്റെ മനസ്സലിവ്, യേശുവിൻ്റെ അനുസരണം, ആ ദിവ്യ സ്വഭാവങ്ങൾ അവനെപ്പോഴും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മിലുണ്ടാകും.
അതിനെക്കുറിച്ച് വേറെ അർത്ഥത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കയില്ല. കർത്താവ് മുൻപിലുണ്ടെങ്കിൽ ലോകമോഹത്തിന് അവന് സ്ഥാനമില്ല. കർത്താവ് എപ്പോഴും മുൻപിലുണ്ടെങ്കിൽ ഭൗതികതയ്ക്ക് അവിടെ സ്ഥാനമില്ല. കർത്താവ് എപ്പോഴും മുൻപിലുണ്ടെങ്കിൽ തട്ടിപ്പിനും വെട്ടിപ്പിനും സ്ഥാനമില്ല. കർത്താവ് എപ്പോഴും മുൻപിലുണ്ടെങ്കിൽ ദ്രവ്യാഗ്രഹത്തിന് സ്ഥാനമില്ല. മാതൃകാപുരുഷൻ യേശു മാത്രം. കർത്താവ് എപ്പോഴും മുൻപിലുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ത്യാഗമനോഭാവമേ ഉണ്ടാകത്തുള്ളൂ. സ്വാർത്ഥ താല്പര്യത്തിന് സ്ഥാനമില്ല. സ്വാർത്ഥതയുടെ പുറകെ, അധികാരത്തിന്റെ പുറകെ, സ്ഥാനമാനങ്ങളുടെ പുറകെ, ലോകത്തിന് പുറകെ, പണത്തിന് പുറകെ വിശ്വാസി ഓടുന്നെങ്കിൽ അതിന് കാരണം ഇത് മാത്രമാണ്. യേശു ജീവിതത്തിൽ ഇല്ല. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതിനർത്ഥം ഒന്ന്, എൻ്റെ മാർഗദർശി യേശുവാണ്. രണ്ട്, എൻ്റെ മാതൃകാപുരുഷൻ യേശുവാണ്. അനുകരിക്കാൻ കൊള്ളാത്ത എന്ത് കാര്യമാണ് യേശു ക്രിസ്തുവിലുള്ളത്? പറയുന്നല്ലോ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, ഒരു പാപവുമില്ലാത്തവൻ, പരിശുദ്ധൻ. ആ യേശു നമ്മുടെ ജീവിതത്തിന് മുൻപിൽ, നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നാം അവനെ പോലെ ആയിരിക്കും, അവനെ അനുകരിക്കും. ഇന്നുള്ളൊരു പാടത്തില്ല, യേശുവേ നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവനെന്ന് നഗൽ സാഹിബ് പാടിയല്ലോ. നാം അങ്ങനെ ആഗ്രഹിക്കുന്നോ? നാം അങ്ങനെ ചിന്തിക്കുന്നോ? കർത്താവിനെ എപ്പോഴും മുൻപിൽ വെച്ചിരിക്കുന്നു. മാത്രമല്ല, ഞാൻ അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങണ്ട. 3, കർത്താവാണ്. ഇപ്പോൾ മുൻപിൽ എപ്പോഴും ഒരു വസ്തു ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് നോക്കണമെങ്കിൽ അത് മറികടന്ന് വേണം നോക്കാൻ. അല്ലെങ്കിൽ ഒന്നുകിൽ അതിൽ കൂടെ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിനെ പഠിപ്പിച്ചത് എൻ്റെ മാധ്യമം, ഹീസ് മൈ മീഡിയം. എൻ്റെ മെൻറ്ററാണ്, എൻ്റെ റോൾ മോഡലാണ്, പിന്നെ എൻ്റെ മീഡിയമാണ്. കർത്താവ് എപ്പോഴും എൻ്റെ മുൻപിൽ. അവനിൽ കൂടാണ് ഞാൻ ലോകത്തെ കാണുന്നത്. അവനിൽ കൂടിയാണ് ഞാൻ എല്ലാത്തെയും കാണുന്നത്. സംഭവങ്ങളെ കാണുന്നത്, പ്രശ്നങ്ങളെ കാണുന്നത്, സാഹചര്യങ്ങളെ കാണുന്നത്, ലോകത്തിൻ്റെ ഗതിവിഗതികളെ കാണുന്നത്, കാലലക്ഷ്യങ്ങളെ കാണുന്നത്. എന്ത് നേരിട്ടാലും യേശുവിൽ കൂടെ ഞാൻ കാണുന്നു. അപ്പോൾ യേശുവിൽ കൂടെ കണ്ടു കഴിയുമ്പോൾ കാര്യങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു കണ്ണാടി ഉപയോഗിക്കേണ്ടി വരുന്നു. കാരണം അതിൻ്റെ കാഴ്ച മങ്ങിയിരിക്കുക. തെളിമയുണ്ടാകാൻ വേണ്ടിയാണ് എനിക്ക് വായിക്കാനും മറ്റുമൊക്കെ ആ സ്ട്രെയിൻ ഇല്ലാതെ, ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ വായിക്കാൻ ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്നു. യോഹന്നാന്റെ 1 ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ, 5-ാം വാക്യത്തിൽ, ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ട് ഒട്ടുമില്ല. 7-ാം വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഇന്ന് കുസ്തിയും അടിപിടിയും ബഹളവും അപവാദ പ്രചരണവും സ്റ്റാൻഡും പിണക്കവും ശാഠ്യവും ശണ്ടയും കലഹവും മത്സരവും അപവാദവും എല്ലാം ആത്മീയ മണ്ഡലത്തിൽ പെരുകാൻ കാരണം എന്താ? വെളിച്ചത്തിലല്ല. അല്ലെങ്കിൽ എന്തിനേയും കാണുവാൻ വേറൊരു കണ്ണ. കർത്താവ് മുന്നിലില്ല. സാക്ഷാൽ സുതാര്യമായവൻ മുന്നിലുണ്ടെങ്കിൽ അവനിൽ കൂടെ പ്രശ്നങ്ങളെ വീക്ഷിക്കുമ്പോൾ
അവനിൽ കൂടെ മറ്റുള്ളവരെ വീക്ഷിക്കുമ്പോൾ സ്ഥിതി മാറി. അവൻ്റെ കർത്താവിൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. കണ്ണയുള്ള കണ്ണുകൊണ്ട്, മനസ്സിലുള്ള കണ്ണുകൊണ്ട്, ആർദ്രമായ കണ്ണുകൊണ്ട്, വിശുദ്ധമായ കണ്ണുകൊണ്ട്, പവിത്രമായ കണ്ണുകൊണ്ട്, പാപമില്ലാത്ത കണ്ണുകൊണ്ട്. അതൊക്കെയുള്ള കർത്താവിൽ കൂടെ നാം പ്രശ്നങ്ങളെ വീക്ഷിക്കുമ്പോൾ, നാം ലോകത്തെ വീക്ഷിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതം വേറെ തലത്തിലോട്ട് മാറുന്നു. പലർക്കും അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ക്രിസ്തു ആകുന്ന മാധ്യമത്തിൽ കൂടെയാണ് ഞാൻ പ്രശ്നങ്ങളെ കാണുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ക്രിസ്തു ആകുന്ന മാധ്യമത്തിൽ കൂടിയാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നത്, വിലയിരുത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കഴിഞ്ഞാൽ നാം ഭാഗ്യവാൻ. അപ്പോൾ ഞാൻ യഹോവയെ അല്ലെങ്കിൽ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണ്? 3 കാര്യം ചിന്തിച്ചു. എൻ്റെ മാർഗദർശക കർത്താവാണ്, എൻ്റെ മാതൃകാപുരുഷൻ. ഞാൻ യേശുവിനെ അനുകരിക്കുന്നു. എൻ്റെ കർത്താവ് മാത്രം, എൻ്റെ റോൾ മോഡൽ യേശു മാത്രം. യേശുവിനില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ മാധ്യമം യേശു മാത്രം. 4, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നെക്കാളും വലിയ ഒരാൾ എൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഞാൻ ആളിൻ്റെ മറവിലാണ്. മുന്നിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്നിലും വലിയവൻ്റെ മറവിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ കാണുകയില്ല, അവനെ മാത്രമേ കാണത്തുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ മറവിടം. ഹി ഈസ് മൈ ഷീൽഡ്. 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നല്ലോ 11-ാം വാക്യത്തിൽ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അപ്പോൾ എപ്പോഴും കർത്താവ് നമ്മൾ മുൻപിലാണെങ്കിൽ നമ്മുടെ പരിചയയുടെ ജോലി മറയ്ക്കുക. ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടുക്കുന്ന ജോലി ആ പരിചയക്കുള്ളത്. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് താഴോട്ട് കാണുന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പരിചയ എന്ത് വന്നാലും, ജീവിതത്തിന് നേരെ എന്ത് വന്നാലും, ഏതെല്ലാം വഴി കൂടെ സാത്താൻ ആക്രമിച്ചാലും, സാത്താൻ ആരെയെല്ലാം ഉപയോഗിച്ചാലും, എനിക്കെതിരെ എന്തു വന്നാലും, പെരുവെള്ളം കവിഞ്ഞു വന്നാലും, കർത്താവും പരിചയമാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് പറയാൻ കഴിയുമോ? എപ്പോഴും കർത്താവിൻ്റെ മുൻപിലുണ്ട്. ദാവീദ് അത് പറഞ്ഞു, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്നെ മറവിടം, മറയ്ക്കുന്ന. 27-ാം സങ്കീർത്തനത്തിൽ അവൻ പറഞ്ഞു, അന്നത്തെ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ. എത്ര ധൈര്യത്തോടാ പറയുന്നത്! പുതിയ നിയമ വിശ്വാസിക്ക് അത് പറയാൻ കഴിയുന്നോ? ഇല്ലെങ്കിൽ എന്ത്? കാരണം എന്ത്? കർത്താവല്ലാതെ മറ്റെന്തിനെ പരിചയാക്കിയാലും പരാജയം. എന്നാൽ കർത്താവായ യേശു നമ്മുടെ പരിചയെങ്കിൽ ഓരോ തുഷ്ടന്റെ തീയമ്പുകളും ഓരോ ആക്രമണവും ഒന്നും നമ്മെ യേശില്ല. വരും പല 4 പാടിൽ നിന്ന് ആക്രമണം വരും. ലോകത്തിൻ്റെ പരിചയക്കെല്ലാം ഒരളവുണ്ട്. സലോമോൻ തെറിപ്പിച്ച പരിചയയുടെ അളവ് വേദപുസ്തകത്തിലുണ്ട്. 180 പരിചയം ഉണ്ടാക്കിയതിന്. അതുമാത്രമല്ല, ഗോലിയാത്ത് യുദ്ധത്തിന് പോയി വെല്ലുവിളിച്ചു. പക്ഷേ അവൻ്റെ പരിചയ വേദത്തിൻ്റെ കയ്യിലായിരുന്നു. അവൻ്റെ പരിചയക്ക് അവൻ്റെ തലയെ മറക്കാൻ കഴിഞ്ഞില്ല. ദാവീദിൻ്റെ ഒറ്റക്കല്ലിന് താഴെ വീണു. ലോകത്തിലെ പരിചയങ്ങളൊക്കെ ഇതേ ഉള്ളൂ. പണത്തെ പരിചയാക്കിയാൽ, സ്ഥാനമാനങ്ങളെ പരിചയാക്കിയാൽ, ബന്ധത്തെ പരിചയാക്കിയാൽ, അധികാരങ്ങളെ പരിചയാക്കിയാൽ എല്ലാം താൽക്കാലികം തകർന്നു പോകുന്നതാണ്.
എന്നാൽ ശാശ്വത പരിചയായ ശാശ്വത പാറയായ എൻ്റെ കർത്താവിനെ മറവിടമാക്കിയാൽ ഒരിക്കലും തള്ളത്തില്ല. 53 വർഷമായി എളിയവനിത് അനുഭവിക്കുന്നു. 18-ാം സങ്കീർത്തനം ദാവീദ് പറഞ്ഞല്ലോ, ആരംഭ ഭാഗത്ത് തന്നെയുണ്ട് എൻ്റെ പരിച. 2-ാം വാക്യം, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശ്രമമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. എൻ്റെ പരിച എന്നെ മറയ്ക്കുന്ന, അവിടുത്തെ മറവിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ സാധ്യമല്ല. കാരണം എനിക്ക് നേരെ വരുന്ന എല്ലാ ആക്രമണവും തടുക്കാൻ ഒരാളുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഇതാ ക്രിസ്തീയ ജീവിതം. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. പരിചയം മാത്രമല്ല, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരിചയം കൊണ്ട് മാത്രമല്ല. പൗലോസ് ചോദിച്ചാൽ പൗലോസ് അത് പറയും. എപ്പോഴും നമ്മുടെ മുൻപിൽ ഒരു കാര്യം വെച്ചാൽ നാം അതിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷ്യം, എൻ്റെ ഗോൾ ഈസ് മൈ ഗോൾ. എനിക്ക് യേശുവിനെ നേടണം, അവൻ എൻ്റെ ലക്ഷ്യം. പൗലോസ് അത് ഉറപ്പിച്ചും പറയുന്നല്ലോ. ക്രിസ്തുവിനെ എപ്പോഴും മുൻപിൽ വെച്ചത് കൊണ്ട് ഒരു കാര്യം കൂടെ അവൻ പറഞ്ഞു, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത പ്രാപിച്ചു. അപ്പോൾ എങ്ങനെങ്കിലും ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ, അവനെ പോലെയായി വല്ല വിധേയനെയും എനിക്ക് മരിച്ചവരിന്ന് പുനരുത്ഥാനം പ്രാപിക്കാം. ഈ നാളുകൾ കർത്താവിനെ മുൻപിൽ വെച്ച ഒരു ദൈവത്തിന് 5 അനുഭവം കാണും. എൻ്റെ ലക്ഷ്യം മറ്റൊന്നും ലക്ഷ്യമല്ല. ലക്ഷ്യം അതാണ്, എൻ്റെ ആശയം അതാണ്, എൻ്റെ ജീവനാഥനെ ഞാൻ എന്ന് കാണുമോ എന്നൊക്കെ പാടും. പക്ഷേ ഇന്ന് പലരുടെയും ലക്ഷ്യം വേറെയാ. ഈ നാമം ഉച്ചരിക്കുന്നതേ ഉള്ളൂ, ലക്ഷ്യം വേറെയാ. എന്നാൽ കർത്താവ് എപ്പോഴും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ അവൻ മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. എനിക്ക് അവനോട് ചേർന്ന് വിസ്താര ഭയത്താൽ ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ നിങ്ങളുടെ സ്വർഗീയ പിതാവേ, നമ്മുടെ വനം ചിന്തിപ്പാൻ നിങ്ങൾ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന വാക്യത്തിൻ്റെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് അല്പമായി ചിന്തിപ്പാണ്ടിയാക്കിയല്ലോ. നിങ്ങളുടെ മാർഗദർശിയായി, മാതൃകാപുരുഷനായി, മാധ്യമമായി, കർത്താവെ പരിചയമായി, മറവിടമായി, നാഥ, മാത്രമല്ല ഞങ്ങൾ ലക്ഷ്യമായി ഞങ്ങളുടെ കർത്താവിനെ കണ്ട് നിങ്ങൾ ജീവിച്ചാൽ ജീവിതം അത്ര ധന്യമാണ്. കർത്താവെ, ഞങ്ങളെ സഹായിക്കുമാറാണമേ. നാഥാ, അതല്ലാതെ മറ്റൊന്നും അങ്ങുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് വരുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് ഇടപെടുമാറാണമേ. ഒരു അന്തരാത്മനോട് വാദിക്കുമാറാണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.